ഉള്ളിവിടെ മുളകുപട 4 മേടിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഏത് സ്ഥലം അറിയത്തില്ല. നോക്കുമ്പോ മനോജ് ചേട്ടൻ വർക്ക്ഷോപ്പിലെ മനോജ്. കാമാ ഡൈ അടിച്ചിട്ട് മേത്ത് മുഴുവൻ കറപ്പായി. അവനെ കൊണ്ടുപോകുന്നില്ല. അത് വേണ്ട 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 എന്റെ പൊന്നെ. നീക്ക് അവനെ കൊണ്ടുനടക്കാന്നുണ്ടെങ്കിൽ നീ അഴിച്ചു വിട്ടോ. എടാ അവനെ മൈൻഡ് ചെയ്താൽ ശരിയാകല്ല. വേണ്ട മോയിലോ? മോയില് വരുമോ പൈനാപ്പിൾ? തന്നെ മറ്റേ മരപ്പട്ടി. അത് കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷത്തെ മഴക്ക് ഇടിഞ്ഞു പോയതാ. ഇല്ല ഇല്ല, ഇവൻ രാവിലെ വന്നപ്പോ പറഞ്ഞു പതിവില്ലാതെ അവിടെ എന്തോ കല്ലു വീണ പോകണം. ആ നീ ഇവിടെ വന്ന് തുടങ്ങി, നീ സ്ഥിരം വന്ന് തുടങ്ങി കഴിഞ്ഞിട്ടാണ് ഇത് ഇടിഞ്ഞു വീണത്. ആ പിന്നെ അത് ഇവിടെ ഇരുന്ന് നമ്മൾ വലിച്ചോണ്ടിരുന്നു. താഴത്ത് ആനമരം ഉണ്ടായിരുന്നു. വേണ്ട ഈ തൊണ്ട് ഈ തൊണ്ടിരുന്ന് ഞങ്ങൾ ആദ്യത്തെ പുകയെടുത്തത്. പുകയെന്ന് പറയുമ്പോഴത്തെ പിള്ളേരെ പോലെ കഞ്ചാവൊന്നുമല്ല അവിടെ. ഞങ്ങൾ സാധാരണ കട്ടൻ പീടി മിനി വിൽസായിരുന്നു. 3 രൂപയ്ക്ക് ഒരു പാക്കറ്റ് കിട്ടുമായിരുന്നു. അങ്ങ് താഴെ ഒരു ചാഞ്ഞ് കിടക്കണ ആഞ്ഞിലി മരം ഉണ്ടായിരുന്നു. വലിയ വലുപ്പമൊന്നും ഇല്ലാത്തത്. ഞങ്ങളതിൻ്റെ തുഞ്ചത്തിരുന്നിട്ട് ആന കളിക്കാമെന്ന് പറഞ്ഞ് ആനയുടെ പുറത്ത് കയറി പോണ പോലെ കളിക്കുമായിരുന്നു. പക്ഷെ നല്ല രസമായിരുന്നു. മേലിൽ കാറ്റൊക്കെ അടിക്കുമ്പോൾ അതിങ്ങനെ നടന്ന് ആടും. വീഗാലാൻഡിൽ പോണ പോലെ ആയിരുന്നു അമ്മരെ. എടാ വിറ്റാമിൻ സാധനം അമ്മ ഇട്ടിട്ട് പോയത്. പരിസ്ഥിതിക്ക് ഗുണകരമായ സാധനം അത്. അന്നേരം ഇങ്ങനെയാ. അതെ അതെ, അത് ഫോട്ടോ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫോട്ടോയും വീഡിയോ ഒക്കെ കണ്ടോ. പരിസ്ഥിതിക്ക് ഒരു ദോഷമില്ലാത്ത രീതിയിലുള്ള ടാറിങ്. പുല്ല്, വാഴ, തെങ്ങൊക്കെ ആണോ അതിനകത്ത്. വളക്കൂറുള്ള ടാറാണ്. അയ്യാ ടാറിങ് ടാറോണി. നിനക്ക് ആ ഒരു പാവം ജീവിനെ നിനക്ക് നശിപ്പിച്ചപ്പോ നിനക്ക് സമാധാനമായല്ലേ? എന്തിനാണ് ടോണി അക്രമം കാണിക്കുന്നത്? പരിസ്ഥിതിക്ക് ദോഷം. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരു പേര് പറയുമല്ലോ, പരിസ്ഥിതി മലിനീകരണമല്ലേ? അല്ല അത്രയും ഓസ് രക്ഷപ്പെട്ടില്ലേ? അതാണ്ട് ഞങ്ങൾ വെള്ളം എടുക്കണ ഓസിന്റെ അവസ്ഥ നോക്കി. ടാറിട്ടപ്പോഴത്തേക്ക് അമ്മാരതിന് വെള്ളം വരുന്നുണ്ട്. അവർ അതിന്റെ മേളിൽ കൂടെ ടാർ എടുത്തിട്ട് കളഞ്ഞു. ഇനി ഓസ് പൊങ്ങണമെങ്കിൽ ഇതണ്ടേ ആണ്ടെ ഒരു 5 മീറ്ററോളം ഓസ് ടാറിനിടില്ല. എന്തായാലും അത്രയും ഹോസ് ഇനി പൊട്ടത്തില്ലല്ലോ. അത് സേഫായിട്ട് കടന്നോളൂ അവിടെ. 5 അതെ അതെ. ആ ഞങ്ങൾ മിക്ക ദിവസം വണ്ടിയായിട്ട് വരുന്നുണ്ട് ഇതില്. ആ ഉള്ളിലേക്ക് കയറാത്തല്ലേ? ഓ പുല്ല് കണ്ടതാണ്. ഓ ഇത്രയും വീതിയുള്ളൂ കേട്ടോ. ഇവിടെയൊക്കെ മണ്ണിടിഞ്ഞിട്ടുണ്ടല്ലോ. പോസ്റ്റ് ചെരിഞ്ഞായിരിക്കണം അല്ലേ? ഇത് സപ്പോർട്ടില്ലല്ലോ ഈ സാധനത്തിന്. ഇത് ചായുമായിരിക്കും അല്ലേ? ഈ സാധനത്തിന് സപ്പോർട്ടില്ല ആരെങ്കിലും. പിന്നെ ഇവിടുന്ന് വേറെ അങ്ങോട്ടും വലിക്കുന്നില്ലല്ലോ. വലിക്കുമ്പോൾ മാത്രമേ ഒരു സ്റ്റേ അടിക്കുള്ളൂ.
ഓലി ഇപ്പം തൊട്ടേ ഇവിടെ ചെമ്പരത്തി ഏതാ ഈ ചെമ്പരത്തി. ആ ഇതല്ലേ? ഓഹോ, ഓലി ഒന്ന് കണ്ടിട്ട് പോവാം. ഇവിടെ വരെ വന്നാലേ ഓലി കാണാവുള്ളൂ. ആ ഈ ഓലിയാണ് ഒരു 2 വർഷം മുന്നേ ഞങ്ങൾ ക്ലീൻ ആക്കിയത്. വീണ്ടും തേകാനായിട്ടുണ്ട്. ഇവിടുന്ന് വെള്ളം നിറഞ്ഞ് കവിഞ്ഞ് പൊക്കോണ്ടിരിക്കുകയാണ്. ആ അതേണ്ടേ, ചെറുതായോ ഓലി? ആ ഇവിടുത്തെ കല്ല് ഇളകി പോയില്ലടാ. ഈ കല്ല് ഇളകി പോയതേ. അവിടെ ഒരു കല്ല് വെച്ച് സിമെന്റ് കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹൈറ്റ് വരെ വെള്ളം നിറഞ്ഞു കിടക്കും. പണ്ട് അങ്ങനെ ആയിരുന്നേ. ഇവിടെ വന്നിട്ട് വെള്ളം കുടിക്കാൻ ശരിയല്ല. ആ അവിടുന്ന് കുടിക്കും. നല്ലതേ, അവിടുന്ന് ആ ഉറവ് ഇറങ്ങി വരുന്നത്. ഇനി കുടിക്കും, ഞാൻ എടുക്കാം. എനിക്കേ അവിടെ ചെല്ലാൻ പറ്റിയല്ല. വേണ്ട, അതിനും നീ എനിക്കായില്ല. ഞാനിവിടെ നിന്ന് എടുക്കാം. ആ നമ്മുടെ സ്വകാര്യം എന്തായാലും ഓ എന്ത് ടേസ്റ്റ് ആയിരുന്നു അന്നൊക്കെ. കളി കഴിഞ്ഞ് വന്നിട്ട് ഇവിടുന്ന് വെള്ളം കുടിക്കുമ്പോൾ. വെള്ളം കുറഞ്ഞു. ആ ഇപ്പൊ വേനലല്ലോ. ഇവിടെ ഒന്ന് കഴിഞ്ഞോട്ടെ. അയ്യോ, ഇനി എത്ര സ്ഥലത്ത് നിന്ന് ഉറവ് വരുമെന്ന് അറിയാമോ? ഇപ്പൊ തന്നെ ഉണ്ട് 1, 2, 3, ഇവിടെ 8, 10 ഉറവുണ്ട് ഇവിടെ. എങ്ങനെയുണ്ടോ വെള്ളം? എങ്ങനെയുണ്ട്? അടിപൊളി. ഉണ്ടുണ്ട്. ഇവര് മറ്റേ അമ്മയമ്മയും ഗ്രസിയൊക്കെ ഇവിടെ ഒന്ന് അലക്കുന്നൊക്കെ. പിന്നെ വേനലാകുമ്പോ ഒരുപാട് പേര് വരുള്ളൂ. ആ മേലിൽ അപ്പുറത്ത് താമസിക്കുന്നവരെല്ലാരും വരാറുണ്ട്. സനീഷിന്റെ അവിടെ നിന്നും. ആ യാ, ഈ നിൽക്കുന്ന മരോ അതാണ് കറുവപ്പട്ട മരം. എന്റെ തൊലി എത്തിക്കഴിഞ്ഞാ ഇത് ആ പുല്ല്. ഏത് മറ്റേ ഇരുമ്പുള്ളിയുടെ അപ്പുറത്തുണ്ടോ ബാക്കി വലിയ മരം? പക്ഷെ ഇടന്നാണ് ഓർത്തോണ്ടിരുന്നത്. പക്ഷെ ഇടന്നല്ല. ആ കറുവപ്പട്ട അല്ലേ? ആറാമന്റെ വീട്ടിൽ പറഞ്ഞു. പണ്ട് ഇവിടെ മരം ഉണ്ടായിരുന്നു. വീണ്ടും വളർന്നു വന്നാലേ ഇത്. ശരിക്കും കാടായി പോലെ. ഒരു മനുഷ്യനില്ല ഇടതൊന്നും വെട്ടാനായിട്ട്. റബ്ബറൊക്കെ അങ്ങോട്ട് വെറുതെ നിറഞ്ഞു നിൽക്കുക. എല്ലാരും വിദേശത്തോട്ട് പോയി. ആർക്കും വേണ്ട. കയറി തേക്കുണങ്ങി. ആ വണ്ടി കൊണ്ട് പോകാനും കുഴപ്പമൊന്നുമില്ല. വണ്ടിയുടെ ഗ്ലാസ് ഇട്ടില്ലെങ്കിൽ പള്ളയടിച്ച് വണ്ടിക്കകത്ത് കയറും. ഏലാകളെ. ഓഹോ അടേ ഇവനെ എൻ്റെ 2 ഫ്ലെക്സ് എക്സ്ട്രാ ഇരിപ്പുണ്ട്. ഞാൻ മേളിൽ ഷീറ്റ് ഇട്ടില്ലേ, അത് ഞാൻ കൊണ്ടും തരട്ടെ? ആ അല്ല ആ ഓക്കെ ഓക്കെ. അല്ല അതൊന്നും അവിടെ വെറുതെ ഇരിക്കും. ആ നമുക്ക് വണ്ടി എടുത്തോണ്ട് വരുമ്പോ കൊണ്ടുവരാം. നീ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എടുത്ത് വെക്ക്. വെറുതെ അവിടെ നിന്ന് നശിച്ചു പോകുള്ളൂ. നമ്മളങ്ങ് അടക്കമാണ്. ഓ ഹൈ റേഞ്ചിലെത്തി. ഹൈ റേഞ്ച്. ആര് ഷോയിച്ചേട്ടനെയാ? ആ ശരി. അല്ല അവരല്ലേ താഴത്തോടെ വണ്ടി പോയെന്ന് പറഞ്ഞേ. ആ പോവാ. അപ്പൊ 610 മല ആ ഭാഗം കണ്ട മല കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഹൈ റേഞ്ച്. ഹൈ റേഞ്ച് 610 മല നോക്കി കറക്റ്റ് ആണ്. എസ്കേപ്പിന്റെ മല നോക്കിയാൽ ആണല്ലേ? ഓ രാത്രിയിലേക്ക് അടിപൊളിയായിരിക്കും ഇവിടെ.
പക്ഷെ വഴിവിളക്ക് ഓഫാക്കണം, എന്നാലേ ഉള്ളൂ ഇവിടുത്തെ ബ്യൂട്ടി കാണാൻ പറ്റുള്ളൂ രാത്രിയിൽ ആകാശത്തെ. മലയുടെ പകുതി ആയേ ഉള്ളൂ കേട്ടോ. മല ഇനി അങ്ങോട്ട് കിടക്കാണ്. മല ഇനിയും മുകളിലേക്കുണ്ട്. അവിടെ ഉണ്ട് ഞങ്ങൾക്ക് റിലേറ്റീവ്സ്. ആ വാട്ട് എ ബ്യൂട്ടി. ആ സോഞ്ഞാൻ്റെ വീട് തെളിച്ചല്ല വന്നിട്ട്. ഇപ്പൊ സൂപ്പറായി വീട്. ആ കേറിക്കോ. പറ്റിയ സ്ഥലല്ലേ? ഇങ്ങനെ കണ്ടിരിക്കുന്നത് ഹൈ റേഞ്ച് അല്ല ആരും പറയില്ലടാ. വാട്ട് എ ബ്യൂട്ടി. എന്നാലും എന്റെ ഇത് കളറ് കൈയടിച്ചാണ്. ഏത് വേണം കളറേ. അങ്ങോട്ട് പോലെ. ഓ വാട്ട് എ ബ്യൂട്ടി. ഓ നമുക്ക് നാളെ ഇവിടെ തന്നെ ഗ്രില്ലടിച്ചാലോ? ഗ്രില്ല? ആ ശരിയാ ശരിയാ, ഞാൻ ഓർക്കുന്നുണ്ട്. അവർക്ക് ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്ന ദിവസം അല്ലേ? ഓ എടാ ഇവിടെ നമുക്ക് ചെയ്യായിരുന്നല്ലോടാ. മഴയില്ലായിരുന്നു ചെയ്യായിരുന്നു. ആ അതിന് പറ്റിയ സ്ഥലമല്ലേ. അന്ന് സൽവിച്ചെണ്ണൊക്കെ ഇല്ലായിരുന്നോടാ? ഓ ഇത് നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഇതാണ്ടാ വിശ്വാരിയുടെ കോളേജ്. ഇതേ അടി വെട്ടിയ സീനാ. ഇവിടെ ഇടി നേരിട്ട് വരും. കാരണം ഒന്നാമത്തെ കാര്യം ഇപ്പൊ കാറൊക്കെ കയറി ഇപ്പം ഇടി വെട്ടുന്ന സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു. എന്നാ പിന്നെ നമുക്ക് വിട്ടാലോ? ആ അപ്പാ അവിടെ നിന്ന് കണ്ടിട്ട് വരാം. ആ ഇതല്ലേ? അയ്യോ അയ്യോ എന്റെ ചെരുപ്പ് കിട്ടു. കുഴപ്പമില്ല, ഇതുകൊണ്ട് കയറിയോണ്ട്. ആണല്ലേ? ആ എടാ ഇത് ബ്യൂട്ടിഫുൾ ആണല്ലോ. ഇവിടെ ടെന്റ് അടിക്കണം. ചെരുപ്പ് ആദ്യം അല്ല ഞാൻ ശരിയാക്കിക്കോളാം, കുഴപ്പമില്ല. അടിപൊളിയല്ലേ? വഴിയിലാണല്ലേ കടയിൽ നിന്ന് പിടിച്ചോളാം. ഇത്രയും കാറ്റ് താഴെ ഉണ്ടോ? മഴ ഇപ്പൊ പെയ്യും. മഴ മാത്രമല്ല ഇടിയും വെട്ടും. നമുക്ക് വെട്ടത്ത് പോയേക്കാം. അവിടെ തുറച്ചായിട്ടുള്ള സ്ഥലത്തേക്ക് പോകണ്ട. മഴയല്ല ഇടി ഇടി. ആ മഴക്കാറിലൊക്കെ ഉണ്ട് ഇടി. നമുക്ക് വരുന്നത് അവിടുന്നാ. ആ അത് ഡേഞ്ചർ മഴക്കാർ. അതേത് അവൻ ഇടിയും കൊണ്ടാണ് വരുന്നത്. അതുകൊണ്ട് മല മേലിൽ അത് പ്രത്യേകിച്ച് ഇടിവെട്ടുള്ള സ്ഥലം, ഇങ്ങനെ തുറസായിട്ടുള്ള ഇതുപോലത്തെ പൈനാപ്പിൾ തോട്ടങ്ങളിലൂടെ ഈ കൊടിമരം പോലെ ഹൈറ്റൊക്കെ ഉള്ളമാരെ കാണുന്ന ഇന്നുണ്ടല്ലോ പണി കിട്ടുന്നു. നമുക്ക് കുഴപ്പമില്ല, പക്ഷെ അവനെ കൊണ്ട് പോകണ്ടേ. പക്ഷെ ഇത് നല്ല അടിപൊളി സ്ഥലമാണോ. നമ്മൾ ഇത്രയും ദിവസം ഇവിടെ ഇറങ്ങിയില്ലെന്ന് പറയുന്ന ഒരു ഷെയിമാണ്. ആ ഗ്രില്ലടിക്കാൻ നമുക്ക് നാളെ ഇവിടെ നിന്ന് അടിക്കാം. അത് മതിയോ? ഓക്കെ എന്നാൽ പിന്നെ അങ്ങനെ ആടെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കൂടാം അല്ലേ? ഇവിടെ എന്നിട്ട് ഇടയ്ക്ക് വന്നിട്ട് പോവാം. ഇടയ്ക്കുന്ന ഒരു ചെറിയ മോഡിൽ വന്നിട്ട് പോവാം. ശരി ശരി. രാത്രിയിൽ വരാം അവിടെ വന്നിട്ട്. വണ്ടിക്ക് വരാൻ മതി. ഇതിലെ വണ്ടി കൊണ്ട് വരണം എന്നുണ്ടെങ്കിൽ ഇതിലാടാ വരേണ്ടത്. വണ്ടി കൊണ്ട് വരണമെങ്കിൽ ആ നമ്മുടെ ഈ സനീഷിൻ്റെ അതിലല്ലേ? ഓ ഇതൊന്നും ഇവിടെ എന്താ റിസ്ക്? ആ അവിടെ അല്ലേ? ആ അവിടെ കല്ല്
അടിയൊക്കെ ഇടിക്കുന്നത്. ആ അടി പിടിക്കും, അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ആ മല ഏത് മലയാണ്? വാഴാടി മലയാണ്. ഇതിന് ഗുഹയാണ്, മറ്റേ കുറുക്കൻ്റെ ഗുഹയല്ലേ? കുറുക്കൻ്റെ ഗുഹ അങ്ങ് വീട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ വർഷം പോയായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ വർഷമാണോ അതിന് മുമ്പത്തെ വർഷമാണോ? ഇത് ഓലിയില്ല അവിടെ തേക്കുംകാട്ടിലെ. തേക്കുംകാട്ടിലെ വീടാണ്. പിന്നെ ഓലിയില്ല എൻ്റെ പണ്ട് കുഴി. തെക്കുംകാട് അയ്യോ, പണ്ട് കളിച്ച് നടന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളതെല്ലാം. ടയർ ഉരുട്ടി ഇവിടെയുള്ള കംപ്ലീറ്റ് ആഞ്ഞിലിയിലും കയറിയിട്ടുണ്ട്. ഇവിടെയുള്ള കംപ്ലീറ്റ് ആഞ്ഞിലിയിലും വണ്ടി ഞങ്ങൾ കയറിയിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ചെറുതാട്ടോ, ഇതൊന്നും അന്നില്ലായിരുന്നു. അതെ അതെ, സ്ഥലം അല്ലേ? ആ, നമുക്കിവിടെ പൈനാപ്പിൾ പറിക്കുന്ന ആക്ടിവിറ്റി കൊടുത്താലോ? ആ, പാരാഗ്ലൈഡിങ് അല്ലേ? നമ്മുടെ ഇവിടുന്ന് പാരാഗ്ലൈഡിങ് ആണെന്നുണ്ടെങ്കിൽ നേരെ പറന്ന് നിന്ന് വേണ്ട ചേച്ചിയുടെയൊക്കെ റബ്ബറയിൽ പറ്റി പിടിച്ചിരിക്കും. ഇപ്പോൾ മഴക്കാറിങ്ങെത്തി. ഇത് നല്ല ഒരു ഫോട്ടോയ്ക്ക്, സ്റ്റിൽ ഫോട്ടോയ്ക്ക് പറ്റിയൊരു സാധനമായിരുന്നു. പോയേക്കാം, നടന്നോ. മഴക്കാലം നന്നായിട്ട് കയറിയില്ല. തേങ്ങായ്ക്കാ ഒന്ന് ടോണിക്ക് തിന്നാനും. ഇത് പില്ലിയാടൻ്റെ അല്ലേ? അത് നമ്മളാണോ? ആ, കാറ്റ് നല്ല കട്ടിയാടാ. ഇനി പേടി വിട്ടോ എടാ, വേഗം പൊക്കോ. ഇതിലേ പോ. ആ, എടാ, സാധ്യത എന്നാ ഞാൻ പറഞ്ഞുള്ളൂ. വെട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇവിടെ സ്ഥിരം വെട്ടണ സ്ഥലമല്ല, അതുകൊണ്ട് പറഞ്ഞ. നിനക്കിട്ട് എത്ര പ്രാവശ്യം കിട്ടിയിട്ടുണ്ടോ ഐഡി? ഒരു പ്രാവശ്യം അല്ലേ? അമ്മണി കേട്ടോ, എണ്ണ സമയം കിട്ടിയിട്ടില്ലേ? ഹായ്, സംഗതി ഞങ്ങള് പോയായിരുന്നു ചേച്ചി. ആ, ദേ വെറുതെ ഒരു പ്രകാശേട്ടനെ ഒന്ന് ഫേമസ് ആക്കാന്നാ ഉദ്ദേശം. പ്രകാശേട്ടനെ ഫേമസ് ആക്കാൻ പോവാണ്. എന്നാ പരിപാടി? ആ അതെ ആ ശരിയാ. അതിലേടാ പോരാ. 600 പോട്ടല്ലേ? ആ, നമ്മള് പോണ വഴി അവിടുന്ന് പോയിട്ട് നമുക്ക് തിരിച്ചില്ലേ വരാന്നേ. എല്ലാ വണ്ടിയും പോകുന്നതല്ലേ? ആ, കൈത്തക്കാരുടെ വണ്ടി. പക്ഷെ അമ്മയുടെ പിക്കപ്പാ. നമ്മുടെ കാറിന്റെ ഒക്കെ ചിലപ്പോ അടി പോവല്ലേ? ആ, എന്നാ പിന്നെ നമ്മുടെ അതും കാറൊക്കെ നമുക്ക് ഒപ്പിക്കാൻ. മഴക്കാർ അങ്ങനെ. അതെ അതെ, മഴക്കാർ വേണ്ടേ? മഴക്കാർ പക്ഷേ ഇടി മാത്രമേ പേടിയുള്ളൂ.
ഇടിയൊക്കെ വെക്കുമ്പോ ഇങ്ങനെ വെക്കരുത് കേട്ടോ. ഇല്ലില്ല സത്യം, അതാ ഞങ്ങൾ വിട്ടു പോവാ. പിടിച്ചെടുക്കും അല്ലേ, ഇടി പിടിച്ചെടുക്കണ സാധനം അത്. ഇതെല്ലാം പിടിച്ചെടുക്കും. ആണോ? അവനെന്തിയാ പയ്യൻ? ആണോ? അവനെന്തി ചേട്ടാ, പയ്യനെന്തി? പയ്യൻ കൊമരകത്ത്. ആ അവിടെ എന്നാ ട്രെയിനിങ്ങിന്. ആ ഓക്കെ. ഓ ശരി, ട്രെയിനിങ്ങിന് അവിടെയാണ്. ഇനി എത്ര ദിവസത്തേക്ക് ട്രെയിൻ ഉണ്ട്? ട്രെയിനിങ് പിന്നെ 6 മാസം. ഇനിയിപ്പോ 2 മാസം ആയുള്ളൂ. ഇനിയിപ്പോ 4 മാസം കൂടി വേണം. അപ്പൊ അവനെ ഇടയ്ക്ക് ഇവിടെ കണ്ട അവൻ എന്നാ ശനി ഞായറും എല്ലാം വന്നിട്ട് പോകും? ഇല്ല, അവിടെ തന്നെ അല്ലേ? അവിടെ തന്നെയാ. ഓ അത് ശരി. ഇന്നലെ കഴിഞ്ഞ മാസത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ അതെ, ഇവിടെ ഫെബ്രുവരിയിലൊക്കെ അവനെ ഇവിടെ കണ്ടാടി ഞാൻ ഓർക്കണ്ടോ, അതാ ചോദിച്ചു. എന്റെ കോഴ്സ് വരെ അവന് പഠിപ്പിച്ചാക്കാന്ന് വെച്ചു. അതെ അതെ, നമുക്ക് പിന്നെ അറിയാവുന്ന പണിയാണല്ലോ അല്ലേ. എന്റെ കോഴ്സാണ്. ഏ പട്ടിക്കുഞ്ഞ്. ആ ഓക്കെ ഓക്കെ. ആ നിക്കടാ. നീ എങ്ങോട്ടാ പോണേ? ഇതാണ് മറ്റേ ജെയിംസ് വീട്. വാ. ജെയിംസ് നേരെ കാണുന്നല്ലേ? റോസ് ഉണ്ടോ? ഇതുണ്ടോ റോസ്? അത് ആ അതെ, ആ നേരെ കാണുന്നത്. ആ അവിടുന്ന് ഞങ്ങൾ ഒരു പ്രാവശ്യം ചെന്നിട്ട് ഇങ്ങോട്ട് നോക്കിയപ്പോ കറക്റ്റ് ഇവിടെ കണ്ടായിരുന്നു. അല്ല മറ്റേ ജെയിംസ് ചേട്ടാ. ആ അല്ലടാ, നമ്മൾ കയറ്റം കയറി ചെല്ലുന്നല്ല, അവിടുന്ന് ഈഴൂർക്ക് പോകുന്ന വഴിക്ക് കാണുന്ന. സനീഷല്ലേടാ? ആഹാ, നമ്മുടെ കൂട്ടുകാരൻ സനീഷിന്റെ വീടാണല്ലോ. പോയി വണ്ടി അറിയായിരിക്കോ? പക്ഷെ അവിടെ കിഴക്ക് വീഴുന്നുണ്ട്. ഓ ഞാനിപ്പോ അതിനെപ്പറ്റി ആലോചിച്ചത്. സൂര്യകാന്തി ചെടി അതുകൊണ്ട് വേറെ കാര്യമുണ്ട്. ഏതനാടാ? ഒന്നും ചെയ്യണ്ട, ഇപ്പൊ ഒന്നും ചെയ്യുന്നു വേണ്ട. ഒരു ദിവസം ഒരു വട്ടം മണ്ണുമായിട്ട് വന്ന് നമ്മുടെ വണ്ടിയെ കൊണ്ടുവരാം. കൊണ്ടുവരാം. എന്നാ പിന്നെ ഒരു ഇവിടെ പാമ്പൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും. കൈതല്ലേ, പാമ്പ് മാത്രമല്ല കേട്ടോ, എനിക്ക് മറ്റേ ഈ പ്രാണികളൊക്കെ പിടിച്ചില്ല. മിന്നൽ പോലെ പൊക്കളഞ്ഞല്ലോ, കിട്ടില്ല. കീരി, ഉടുമ്പ്, മരപ്പട്ടി, പാക്കാൻ, കുറുനരി, മുയൽ, കാട്ടുകോഴി ഉണ്ടോ ഇവിടെ? ഇത്രയും സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങനെയല്ലേ, അത് വേണ്ട. ഇനി ലാസ്റ്റ് പറഞ്ഞ സാധനം കണ്ടില്ലെന്നുണ്ടെങ്കിൽ അവർ എന്റെ തലക്കടിക്കും. കുറുനരി കൂടാതെ വേറെ സാധനം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. കാപ്പന്തരയിൽ അവന്റെ കാൽപ്പാട് ഞങ്ങൾ കണ്ടതാ. ഇതേതാ കാൽപ്പാട്? ഏത് ജീവി? എടാ നീ 3 വർഷമായില്ലടാ ഞങ്ങളെ കാണാൻ തുടങ്ങിയിട്ട്. എടാ 3 വർഷമായിട്ട് നിനക്ക് ഇതുവരെ ആണല്ലേ? ഓ നീ പൊട്ടിച്ച് വന്ന് കടിക്കാനുള്ള ആളല്ലേ? രണ്ട് കണ്ണ് മാത്രം
അപ്പൊ ഷിയോച്ചൻ ഇവിടെ ഉണ്ടായിരുന്നു. പഴയ മോഹൻലാൽ. ഞങ്ങള് സോമൻചാന്റെ വീടിന്റെ അവിടെ നിന്ന് കാണാൻ വേണ്ടി പറയും നല്ല വെള്ളം അടിക്കാനുള്ള നല്ല സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞു. സ്പോട്ടൊക്കെ കണ്ടു. ഇനിയിപ്പോ വെള്ളം പോയി, അതാ ഞങ്ങളിങ്ങനെ വന്നത്. ഇവിടെ എന്തായാലും കാണാതിരിക്കാന്നറിയാം. ഹായ്. 2 ദിവസമായി വെറുതെ ഞാൻ അവിടെ ചെന്നാൽ ഇത് എടുക്കണല്ലേ. ചെറുപ്പക്കാരിയായി. ആ മെലിഞ്ഞാലും കുഴപ്പമില്ല, ആരോഗ്യം ഉണ്ടായാൽ മതി എന്നെ പോലെ. ആണോ? എന്റെ ദൈവമേ വേണ്ട. അല്ല അവന് ആ ചെറുക്കനുള്ളതുകൊണ്ടാ, അല്ല ഞാൻ കൊണ്ടുപോകാൻ. അവനുള്ളതുകൊണ്ട് ഞാൻ ഉള്ള പൂച്ചനെല്ലാം ഒഴിവാക്കി കൂട്ടുകാർക്കൊക്കെ കൊടുത്തിട്ട്. അപ്പൊ അത്രക്ക് ശല്യാന്ന് ചുരുക്കാം. അല്ല പൂച്ചനെയൊക്കെ നമുക്ക് ഭയങ്കര കാര്യമായിരുന്നു. എത്ര അതേ ഇരിക്കുന്നത്. നമുക്ക് കയറണ്ടല്ലോ, താഴത്തുനിന്ന് പറിക്കാലോ. അവനുള്ളതുകൊണ്ടല്ല ഞാൻ എപ്പോ കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ മതി. ഉണക്കിടണ്ടില്ലേ അതൊക്കെ നോക്കും. പക്ഷേ ചേട്ടാ നാളത്തെ കാര്യം നമ്മൾ പറഞ്ഞ പോലെ ചേട്ടാ 4 മണി കഴിയുമ്പോൾ വരികയല്ലേ? അപ്പോൾ നമുക്ക് ഒരു 6 അവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾ കോഴി ഗ്രില്ലടിക്കാൻ പോവാം. കോഴി കനലിൽ ചുട്ടെടുക്കാൻ പോവാം. കോഴി വീട്ടില്, നമ്മുടെ വീട്ടിലാ. നിങ്ങള് നാളത്തെ കഴിഞ്ഞ് ഇവിടെ പോണ്ടോ? മലകര അല്ല അവര് അവിടുന്ന് പോണ്ട്. താഴത്തുനിന്ന് ജോഞ്ചനൊക്കെ പോണ്ടായി. നേരത്തേക്ക് രൂപ അല്ല അല്ലാതെ വേറെ ബസ്സുണ്ട്, ഇഷ്ടംപോലെ ബസ്സുണ്ട്. എന്റെ സ്റ്റാൻഡേർഡ് കയറി പോണ നാണക്കരല്ലേ. അല്ല അന്നേരം അവരുടെ കൂടെ ആവുമ്പോ പുറകെ ഇരിക്കണ്ടേ, അവരുടെ കൂടെ പിടിച്ച്. അല്ല അത് പണ്ട് തൊട്ട് പിടിച്ചതല്ലേ, കൂടെ പിടിച്ച് വെള്ളമൊക്കെ പിടിച്ച്. ഈ എന്നായി ശരിക്കും പോണത്? ഈസ്റ്ററിന്റെ അന്നാണോ പോണേ? ഞായറാഴ്ച ആണോ പോണേ? ഞായറാഴ്ച ഉച്ച കഴിഞ്ഞിട്ട് പോയാൽ മതിയോ? രാവിലെ ഒന്നും എണീക്കാൻ പറ്റില്ലേ? പോവാണെങ്കിൽ ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചിട്ട് വരാം. നമുക്കൊന്നും കിട്ടുമൊന്നുമില്ല, കുഞ്ഞു പിള്ളേർക്കേ കിട്ടുള്ളൂ. ആ പിന്നെ അപ്പൊ എന്നാ ഉച്ചക്ക് പോവാ. അപ്പൊ മിച്ചം കാണൂലോ. ആ ഇവന് കിട്ടുമല്ലോ. അവന്റെ നീ ഒരു വലിയ തളിയേക്കകത്ത് ആണെ നോക്കട്ടെ. നമുക്ക് നാളെ പ്ലാൻ ചെയ്യാം. നാളെ വൈകിട്ട് പ്ലാൻ ചെയ്യാം. നാളത്തെ ഇനി പോകാൻ പറ്റുമോ? ആ ഇല്ല കുര്യാത്തിന്റെ വൈജു പോവും രാവിലെ. നടന്നങ്ങ് പോവാ. എന്നിട്ട് കൂട് കൊണ്ടുപോകും. ഒരു ഇരിപ്പിന് നെയ്യപ്പം, ചോറ്, ഇറച്ചിയല്ല. ആദ്യത്തെ കുറെ തിന്നും. പിന്നെ ഈ വേണ്ട ചോറൊക്കെ തിന്നിക്കളയും. മറ്റുള്ളതെല്ലാം കൂട് സഞ്ചി നിറച്ച് മേടിച്ചു വെക്കും. വീട്ടിലേക്ക് കൊണ്ടുവരും. അപ്പൊ അങ്ങനെ കഴിഞ്ഞ വലിയ ആളുകൾക്ക് വലിയവർക്ക് കുടിക്കല്ലേ. 12 പിള്ളേർക്കല്ലേ കൊടുക്കുന്നത്. അത് കളഞ്ഞപ്പോ അച്ഛന്മാര് വിളിച്ച് പറഞ്ഞു രൂപ കൊടുത്താൽ മതിയെന്ന്. പിന്നല്ലാതെ വേസ്റ്റ് ആക്കാൻ അതെ അതെ അതെ. നമ്മൾ സ്ഥിരം ഉണ്ടായിട്ടുണ്ട്. ആ അതെ അതെ. ഞങ്ങള് കഴിഞ്ഞ വർഷമൊക്കെ പോയായിരുന്നേ. കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ പോയായിരുന്നേ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഇതുവരെ പോകാതിരുന്നിട്ടില്ല കേട്ടോ. കഴിഞ്ഞ 2-3 വർഷമായിട്ട് പോകുന്നുണ്ട്. നമുക്ക് ഉച്ച കഴിഞ്ഞിട്ട് അങ്ങനെയാണ് നമുക്ക് നോക്കാം. നമുക്ക് വയ്യാറ അല്ല അമ്മ മറ്റേ നേർച്ച കൊടുക്കണമെങ്കിൽ രാവിലെ ആ ചേട്ടന്മാരുടെ അടുത്ത് ഉറച്ച് കൊടുത്തു വിട്ടാൽ മതി. ഞങ്ങൾ പോകുന്നത് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റും. ഞങ്ങൾ ഉച്ചക്കല്ലേ എണീക്കുള്ളൂ. ആ
അമ്മു നാളെ വരും. ഇന്ന് പറഞ്ഞതായിരുന്നു. അവൾക്ക് അവിടെ ഇന്ന് തന്നെ അവളുടെ മറ്റൊരു വന്നിട്ടില്ല. മാന്നാനത്ത് ആരും ഇല്ല. ഇല്ലില്ല, ആരും വന്നിട്ടില്ല. അമ്മയും പോയിട്ട് പോയത്. എന്നാ പിന്നെ അവൾക്ക് ഇനി വരത്തില്ല. വെള്ളം ഉണ്ടല്ലോ അല്ലേ, നമുക്ക് വിട്ടാലോ? ഓക്കെ. പക്ഷേ ചേട്ടാ നാളത്തെ കാര്യം ഓക്കെ. അപ്പോൾ നമുക്ക് ഇഷ്ടം അടിച്ചു കുളിക്കാം. മാങ്ങായോ? ഒരു തോട്ടി എടുക്കാം നമ്മുടെ വീട്ടിൽ. ഇത് മാവ് നാലര കഴിഞ്ഞ അവിടെ താമസക്കാരെന്ന് വരുമോ? എന്നാലും മാങ്ങ കുറച്ച് നോക്കണം. നമ്മുടെ മറ്റേ ഇവിടെയോ സോഞ്ഞെടുത്തോ താമസക്കാർ വരുവാണോ അവിടെ? ആ വെറുതെ എല്ലാം തെളിച്ചിട്ടേക്കണം അല്ലേ? ഓ ഞങ്ങൾ നാളെ അവിടെ വന്നിരുന്ന് കില്ലടിച്ചാലെന്നൊക്കെ ആലോചിക്കായിരുന്നു. അല്ല വേണ്ട വേണ്ട, എന്നാ വാ നടന്നോ. എടാ അതിന്റെ അറ്റം പിഴടാ റോണി. പറ്റുമോന്നല്ലേ, ബലം ഉണ്ടോ നോക്കാം. ഏയ് ഉണക്കക്കമ്പല്ലേ, ലൈംഗിപ്പം പൊട്ടി താഴ്ത്തി വീണ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ചിരിച്ചിരിക്കുന്നേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എടാ അതിന്റെ അറ്റം പിഴടാ റോണി. ആ ആ സെൻറ്റർ ഓഫ് മാസ് പോയിന്റിലാണ് പിടിക്കുന്നതെങ്കിൽ വെയിറ്റ് തോന്നിയല്ല. ഇനി പോകണം ബാക്കിലേക്ക്. ആ പുറകോട്ട് പോകണം. ആ അപ്പോൾ പിന്നെ അതല്ല സെൻറ്റർ ഓഫ് മാസ്. ഇനിയിപ്പം സെൻറ്റർ ഓഫ് മാസ് നോക്കാനുള്ള സമയമില്ല. ഓ ഇതെന്നാ ക്യാമറ വെട്ടുന്നത്. ഫ്രെയിം ഡ്രോപ്പ്. വീണ്ടും സോമൻ എൻ്റെ വീട്ടിൽ. ചേട്ടൻ എടുത്തോണ്ട് പോകുന്നു അങ്ങോട്ട്. ആ ഇവിടെ വെച്ചിരുന്നോ? ഇല്ലടാ എടുത്ത് നോക്കി നിന്നുണ്ടോ? ഇതിപ്പോ ഒരു കൊക്ക പോലെ ഉണ്ടല്ലോ പുറകില്. അതെ ഇത് ശരിക്കൊരു ഹൈ റേഞ്ച് പോലെ ഉണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ. ഞാൻ ചീട്ടുപോലെ നിർത്തിയാണ് ഈ അടുത്ത ഇടയ്ക്ക് വെറുതെ 1-2 പഫൊക്കെ എടുത്ത്. മഴക്കാറുള്ളപ്പോൾ നല്ല വെളിച്ചം നല്ല അടിപൊളിയാട്ടോ ഫോട്ടോഗ്രാഫി. നമുക്ക് 2 പോവാം. നീടെല്ലാം കിട്ടത്തില്ലേ? പിന്നെ നീടിന് കിട്ടുന്ന സാധനം വെച്ച് നമുക്ക് ഉണ്ടാക്കാന്നേ. നീടിലുള്ള സാധനം വെച്ചൊക്കെ ഉണ്ടാക്കിയാൽ തരാം. കടുകെണ്ണയൊന്നും വേണമെന്നില്ലെന്നേ. ഇവനെ ഇടിക്കാത്ത ആരുമില്ല.
ചില എടപ്പാറ സ്ഥലം അത് പറഞ്ഞതാണ് അത് കല്ലും ഒരു പ്രത്യേക ചെങ്കല്. പിന്നെ അവിടെയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ കൂട്ടുകാരുണ്ടോ അവന് ഭയങ്കര സയൻസിന്റെ വലിയ പാടാണ്. അവൻ വന്നിട്ട് പറഞ്ഞു പണ്ട് കാലത്ത് ഇവിടെ ഇരുമ്പായി ഉരുക്കിക്കൊണ്ടിരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. ഇരുമ്പിന്റെ അതായത് നമ്മുടെ ഈ കല്ലിനകത്തൊക്കെയാണല്ലോ ഇരുമ്പിന്റെ ധാതുക്കളുള്ളത്. അപ്പൊ അത് എടുക്കണം, ഇരുമ്പെടുക്കണം എന്നുണ്ടെങ്കിൽ ഇത്തരം കല്ലും സാധനങ്ങളൊക്കെ എടുത്തിട്ട് പൊടിച്ച് അത് ചൂടാക്കി ഉരുക്കിയാണ് ഈ സാധനം എടുക്കേണ്ടത്. അങ്ങനത്തെ സ്ഥലമായിരുന്നു ഈ എടപ്പാറയിൽ നിന്നാണ് പറയുന്നത്. ആ കല്ലൊക്കെ കണ്ടിട്ട് അവിടെ ഫുള്ള് ചെടിയൊക്കെ അവിടെ മാത്രം ഒരു മുസ്ലിം പള്ളി പോലെ അത് കാട്ടാമ്പള്ളിയായിരുന്നു. ശരിയാ, ഇത് ഞീഴ്പള്ളിയല്ലേ? അത് ശരിയാണ്, അത് കാട്ടാമ്പള്ളിയാണ്. അത് ഇവിടെ എന്നാ കാണാതെ പോയിട്ട് നടക്കുന്ന തെങ്ങ് അതല്ല ഞാൻ പറഞ്ഞ തെങ്ങിന്റെ അപ്പൊ അതാ വീടല്ലേ. ശീശനം വരുന്നുണ്ട്. എടാ മഴയാണല്ലോ. എന്റെ കൂടെ ഫേസ് നിങ്ങൾ വീട്ടിൽ തന്നെയാണ്. ഇരുമ്പം പിടിച്ച് എത്തം പിടിച്ച് നിന്നാൽ മതി, വീട്ടിലില്ല എല്ലാവരും പിടിച്ച ദിവസം എന്റെ ദൈവമേ, അമ്മമാരാരുമില്ല. ഞങ്ങൾ ഞാൻ പറഞ്ഞു ഞങ്ങള് രാവിലെ ഒരു വെക്കാടി, അത് കഴിഞ്ഞ് ഇതിന്റെ ഒരു പകുതി, അത് കഴിഞ്ഞ് 6 കുപ്പി കള്ള്. 6 കുപ്പിക്കൊള്ളു. ഞാൻ പിന്നെ ഇത് പയ്യെ കഴിക്കാൻ കേൾക്കാത്ത കാരണം നിങ്ങൾ വന്നപ്പോ ചാടിയേറ്റ അതിനകത്ത് വരട്ടാൻ കിട്ടിയ ചക്ക വെച്ചാൽ മതി, മുടിയിനോർമ്മ വെച്ചാൽ മതി. നീ സാധനം എന്തി? എന്റെ ലോണിക്കുട്ട ഞാൻ നീ ഇപ്പൊ ഇവിടെ എന്നെ ഉപയോഗിച്ചാലും എടുത്തത്. ഇതെങ്ങനെയാ മാജിക്? ടോണിനെ എല്ലാവരും കൂടെ ടോണിനെ പിടിച്ച് വീട്ടിൽ കയറ്റിയത്. നീ ഓർമ്മടിക്കുന്നില്ലേ? ഞാൻ പറഞ്ഞ അടിച്ചേക്കാം. ഇന്നലെ 270 രൂപ ഓട്ടോക്കൂലി. അങ്ങ് കൊടുക്കാം. പെട്ടെന്നാ ക്ലൈമറ്റ് മാറിയോട്ടോ, പെട്ടെന്ന് ഇരട്ടായി. അടിക്ക് മാറിയുണ്ട് മഞ്ഞ്. അത് ലൈവ് 500 ഓട്ടോക്ക് പോയി കഴിഞ്ഞാൽ അത് മതി. മതി. ഇപ്പൊ ഒരു 50 ചായ ഒരു ദിവസം പോയാൽ മതി. ഒരു ചായ ഇല്ല. നമ്മള് 3 മണിക്ക് ഉറങ്ങുള്ളൂ. 3 മണിക്ക് ഉറങ്ങുമ്പോ എല്ലാം കൂടെ നോക്കാനായിട്ട് ആൾക്കാരും വേണം. കട്ടൻ ചായ അല്ലേ, അതാകുമ്പോ തലവേദന ഇല്ല. ബിരിയാണി, കട്ടൻ ചായ ഫ്രീ ആയിട്ട് കൊടുക്കാൻ. പൊറോട്ട, ആഹാരം കഴിക്കുന്ന ഫ്രീ ആയിട്ട്. കട്ടൻ ചായ 5 രൂപയ്ക്ക് കൊടുത്താലും മതി. റോട്ടി, പന്നി, ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ. വേറെ ആരോഗ്യ സാധനമൊന്നും വേണ്ട. ഈ ഇവര് തരുന്ന രാജ്യത്തിൽ പോണ പോലെ മന്തി, കുഴിമന്തി, എല്ലാ വൈകി കുഴിമന്തി. എന്റെ പൊന്നിയുടെ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ചേട്ടൻ കട തുടങ്ങും, ഞങ്ങൾ അവിടെ നിന്ന് കഴിക്കും. ഞങ്ങള് നല്ല ചൂട് പൊറോട്ടയും ഒന്നും വേണ്ട, നല്ല ചൂട് പൊറോട്ടയും സാമ്പാറും മതി. അതെ അതെ അതെ, സാമ്പാറും പൊറോട്ടയാണെങ്കിലും മതി. ഇതാണോ നിങ്ങൾ പറഞ്ഞ വണ്ടി? ആരുടെ ഇവരാണോ? കച്ചറ തായോളികൾ 50 പേര് പോകുന്നില്ല. അല്ലാതെ കുടിക്കൊണ്ടല്ലേ ഇട്ടു. വാ മഴ മഴ. ഇതും തികയല്ല. ഞാൻ തീർന്നല്ലേ അതൊക്കെ അറിയാം. എന്നാലും ഫേസ്ബുക്കിലാണ്
തമാശ അല്ലേട്ടാ, ഇവനൊക്കെ അടിക്കുന്ന കൊറേ അടിക്കും. അതായത് ഇവിടുത്തെ ലുക്ക് ഒന്നും പറയാനില്ല കേട്ടോ, അടിപൊളിയാണ്. ബാങ്കിലത്തെ അതെ അതെ അതെ. രാത്രി വന്ന് ടെന്റ് അടിക്കണം അവിടെ. എടുത്ത് ആക്കെടുത്ത് നമ്മുടെ അതിനകത്ത് നിങ്ങളുടെ താഴെ ഒരു മാമ ഉണ്ടായിരുന്നില്ലടാ, ഇത്തരത്തിൽ അതിന് മാമയില്ലേ? താഴത്തെ മാമ മേലിൽ നിന്ന് പറിക്കാലോ. അതൊക്കെ അത് മറ്റേ അറ്റത്തല്ലേ ഏട്ടാ? വൈകുന്നേരം എന്തെങ്കിലും കറി വേണ്ടടാ, അമ്മച്ചെങ്കിൽ അരക്കണ്ടേ? ചോറ് മാത്രമല്ലേ വെച്ചിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരിയൊക്കെ വെക്കാം. ഇന്ന് വീട്ടിൽ മാമ്പഴ പുളിശ്ശേരി ആയിരുന്നു. നല്ലായിരുന്നു കേട്ടോ, മാങ്ങാക്കറി. സത്യത്തിൽ ചോറിനാണ് ഒറ്റ കറി മതി കേട്ടോ, കൊള്ളാന്നൊരു കറിയാണെങ്കിൽ. എന്നാലേ നമുക്ക് ആ കാര്യം ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. അതെ സത്യം, അതല്ലേ അങ്ങനെ ചെയ്യുന്ന ഒരാളുണ്ട്, കുട്ടായിച്ചാറ്. പുള്ളി ചോറിന് ഒറ്റ കറി കൊടുക്കും. അതെ, പുള്ളി ഇപ്പൊ ഒറ്റ കറിയേ കഴിയുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം മീനാ ചേച്ചി മറ്റേ ഹോസ്പിറ്റലിൽ പുള്ളിക്കാരത്തിന് നാത്തുവിനെ നോക്കാൻ പോയപ്പോഴേ ഞാൻ ചോറുമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു എനിക്കൊരു ഒറ്റ കറി, ഞാൻ 2-3 കറി ഉണ്ടായിരുന്നു, എനിക്ക് ഒറ്റ കറി മതി, ബാക്കി കൊണ്ടുകൊള്ളാൻ പറഞ്ഞു. പുള്ളി ഇപ്പോൾ ഒറ്റ കറി കൂട്ടിയേ കഴിക്കുള്ളൂ. അത് മമ്മിയും പണ്ട് പറഞ്ഞിട്ടുണ്ട്, കൂട്ടാച്ചേന്ന് അങ്ങനെയാണ്. ഇപ്പൊ പഠിച്ചോണ്ടിരുന്ന സമയത്തായിരിക്കും. അപ്പൊ പഠിച്ചോണ്ടിരിക്കുന്ന സമയത്തായിരിക്കും. ഇല്ലില്ല, അന്നൊന്ന് സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കും. ആര്? നമ്മളെ കാലിൽ 5 ഞാൻ ചപ്പത്തി കഴിച്ച്, ചേട്ടനൊരു 5-6 കഴിച്ച്. അപ്പൊ എന്റെ കാലിൽ ഇനി വൈകി നാളത്തേക്ക് ഉണ്ടാക്കുക. ഞാൻ വൈകി ഇത്രയും നാളത്തേക്ക് ഉണ്ടാക്കിയിട്ടുള്ള കാര്യമുണ്ടോ? ഞാൻ ചേട്ടാ പറഞ്ഞു നാളത്തേക്കല്ല, അത് ഇപ്പൊ വീണ ഉണ്ടാക്കി തീർത്തോ. വൈകിട്ട് നാളത്തേക്കല്ല, അതിപ്പോ അത് തീർത്ത് തന്നിട്ട് അന്ന് ഞാനെന്തായാലും വിട്ടു പോകുന്നില്ല. അപ്പോഴാണ് പിന്നെ ആഹാരം കഴിച്ചിട്ട് നിൽക്കട്ടെ. അവിടെ ആഴ്ചയിൽ ഒരു ദിവസം ഇറച്ചിയില്ലെങ്കിൽ കോഴിയോ ഇല്ലെങ്കിൽ പിറ്റേ ആഴ്ച അവിടെ സൗണ്ട് കേൾക്കാം. അപ്പൊ മനസ്സിലായാൽ മതി കഴിയാനൊന്നും ഇല്ലായിരുന്നല്ലേ? ഒന്നുമില്ല, പട്ടിണിയായിരുന്നു. മഴ തുടങ്ങിയിരിക്കും. അല്ല, മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വലിയ ചെയ്യുന്നില്ല. ഓ മൈ ഗോഡ്, പൊരിഞ്ഞ മഴയാണ്. പൊരിഞ്ഞ ഇടിയും പൊരിഞ്ഞ മഴയാണ്. ഈ പൊരിഞ്ഞ ഇടിയൊന്നുമല്ല, കുറച്ചേ ഉള്ളൂ. കുറഞ്ഞെന്നേ ഇല്ലാട്ടോ, പെയ്ത് തുടങ്ങി. ഇനിയിപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ ഇടിയുടെ പ്രശ്നം തീരും. പക്ഷെ ഈ വീട്ടിൽ പോക്ക് 1 അരമണിക്കൂർ വൈകും. ഇതൊരു 1 അരമണിക്കൂർ നിന്ന് പെയ്യാനുള്ള മഴയുടെ സെറ്റപ്പാണ് കാണുന്നത്. വാവ്, കോടയാ കോടയാ.
വണ്ടിക്കൂലിയൊക്കെ ഞാൻ എടുത്തോളാം. വണ്ടിയുടെ കേസ് ഞാൻ നോക്കിക്കോളാം. ആ ഓ മഴ 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 കാറ്റും മഴയും. ഓ കുടുങ്ങി ഗൈസ്, കുടുങ്ങി. മഴയാണ് ഗൈസ്. മഴ ശക്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ശക്തിയായിട്ട് വരുമ്പോൾ പെട്ടെന്ന് മഴ പെയ്ത് തീരും. അരമണിക്കൂറിനുള്ളിൽ പോവാം. മുപ്പടി വണ്ടല്ലേ? വണ്ടല്ലേ? വണ്ട് വണ്ട്. ആശാനെ അരമണിക്കൂർ കഴിഞ്ഞോട്ടോ. ഇവിടെ മഴ കുറയണ ലക്ഷണമൊന്നുമില്ല. ഭയങ്കര ഇടിയും പെട്ടണുണ്ട് ഇപ്പോൾ. ഞങ്ങൾ പയ്യെ വിട്ടേക്കോ. ഞങ്ങൾ പയ്യെ വീട്ടിലേക്ക്, ഞങ്ങൾ എബിന്റെ വീട്ടിലേക്ക് ഓടി പോകാൻ പോകും. എന്നാ വാ വാ വാ, ഓടിക്കോ ഓടിക്കോ. ചോദിച്ചോട്ടാ, ഞാനത് കൊടുത്തിട്ടേ വരുന്നുള്ളോ. ഇവിടെ തെന്നി വീടല്ലേ? എന്റെ ദൈവമേ, ഇതുപോലൊരവസ്ഥ. വാ വാ ഓടിക്കോ. അയ്യോ, ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അപ്പുറത്തെ വീട്ടില് ദോഞ്ഞന്റെ അടുത്ത്. എനിക്കൊരു വീഡിയോ തന്നെ ചേട്ടാ. വേണ്ട വേണ്ട, അതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. ഇവിടെ നിന്നാ തോട്ടി അവിടെ കിടക്കാം. മാങ്ങ ഒരെണ്ണം പോലും പിടിച്ചില്ല. മാങ്ങ പറിക്കാൻ പോയാട്ടാ, അന്നേരം മഴ പെയ്ത്. 1300 രൂപ വൈകിട്ട് മേൽക്കൂടെ കിടക്കുമ്പോഴാണ് ഇവൻ വലിയ നിർത്തിയാൽ ഇഞ്ചലാണല്ലോ. ഇതൊരു വല്ലാത്ത അടിപൊളി വൈവാണ്. ഇങ്ങനത്തെ അവധിയുള്ള ദിവസങ്ങളൊക്കെ ഞങ്ങളുടെ തേരോട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ബൈ പറഞ്ഞോ. ഞങ്ങള് തന്നെ. ആരാണ് കൈ
അവന് വീഡിയോ വലിക്കാൻ അറിയത്തില്ല, തീർത്ത് വലിക്കാൻ അറിയത്തില്ല. നിനക്ക് എന്തെങ്കിലും അറിയാം, സ്വന്തമായിട്ട് ചെയ്യാവുന്ന എന്തെങ്കിലും എന്നാന്നറിയോ? ചെറുപ്പം പോലെ നിങ്ങളെ 3 എണ്ണത്തിനെ ഞങ്ങളെ അടുത്തൊന്നും നടന്നുകൊണ്ടിരുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. വീഡിയോ വലിക്കാൻ പോലും അറിയില്ല. വന്നു കഴിയുമ്പോഴത്തേക്ക് ഈ രണ്ടാമന്മാരെ സിഗരറ്റ് വലിക്കാൻ വിളിച്ച് ഞാനാ. സ്കൂൾ ബസ് വീടിന്റെ വാതൊക്കെ വന്ന് മണിപ്പിഞ്ചാട്ടിന്റെ വീടിന്റെ വാതൊക്കെ വരുമ്പോഴത്തേക്കും ജോലിക്കുഞ്ഞോ പറയും, ആ ബസ് വന്ന് ഇനി കുറേ ഓട്ടോ പിടിച്ച് പോവാ, 50 രൂപ വന്ന്. ഞങ്ങള് ഒന്നിച്ചാ കത്തിക്ക് പോണത്. ഞാനും ഇവരുടെ ഞാനാണ് അന്നേരത്തോടെ എന്റെ താല്പര്യപ്പെട്ടത്. മറ്റെല്ലാം വലിയ ആൾക്കാരാണല്ലോ. ഞാൻ പോകുന്ന വഴി അമ്പലത്തിന്റെ ഭാഗത്ത് വെച്ച് വാവ ഏതാണ്ട് പറഞ്ഞു 1 2 ഞാനെന്താ കടലിലേക്ക് വേറെ കൊണ്ടു കയ്യപ്പിച്ചെടുത്ത് വേറെ കൊണ്ടു. അത് മറ്റേ ജെസി ചേച്ചിയായിട്ട് ബെറ്റ് വെച്ചിട്ട് എടുത്തെറിഞ്ഞ അതൊന്നും കുഞ്ഞു വെച്ച് വാവ കടന്നു കിടപ്പുണ്ട് വരുവാൻ നമുക്ക് നോക്കാന്ന് പറയും. കേട്ടല്ലോ, ഞാൻ എന്റെ ചെറുപ്പത്തിൽ അനുഭവിച്ച കഷ്ടപ്പാടുകൾ. അത് കഴിഞ്ഞ് മറ്റേ ഡെത്തിന്റെ മറ്റേ കേസ് ആസിഡ് കേസ് കൊടുത്തില്ല. അയ്യോ, അത് ഞാനിപ്പോ സെൻസർ ഇല്ല, പയ്യെ പോയാ മതി. തണുപ്പായില്ലടാ. ആ, തണുപ്പായല്ലേ? നമ്മളെ മഴ കൂടിയോ? ഇല്ല, കൂടിയില്ല. പയ്യെ പോയാ മതി കേട്ടോ. ഇരുട്ടായി. ഓ മൈ ഗോഡ്, കാണുന്നില്ല. അതെ, സൂപ്പർ വൈബായിരുന്നു. അതെ, താറ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓടാൻ കുഴപ്പമില്ല. ഓ, പോയെന്ന് പറഞ്ഞ ഫോണിനാ അടാ, ഇവിടെ ഇച്ചിരി വെള്ളം പ്രദേശ, വേഗം പോക്കോ. ആ, ഓ, ഇവിടെ ടാറില്ല കേട്ടോ. അല്ല, ഇവിടെ കോൺക്രീറ്റും ടാറും ഒന്നും ഇല്ല ഇവിടെ. ഇനി വിഷയില്ലടാ, ടാറെത്തി, ടാറിന്റെ കൂടെ എത്തി. ആ, അയ്യോ, അയ്യോ, ഓട്ടം നിർത്തിക്കോ, റബ്ബർ ചെരുപ്പല്ലേ തന്നെ വീഴും. ആ ഗേറ്റ് വന്നാകണേ. ഹായ് അപ്പേ, മറന്നി അപ്പൊ ഓക്കെ. കുടയില്ലായിരുന്നല്ലോ, അവര് വരുന്നുണ്ട്. നനയുണ്ട്. ആ, കുടയില്ലല്ലോ. പിന്നെ മഴ മാറിട്ട് പോകാൻ പോലും. ഓ, അതിപ്പോ ഇത് എപ്പ മാറാനാ മഴ? സൂപ്പർ മഴ. ഞാൻ ഇത്രയും പ്രതീക്ഷ 1/2 മണിക്കൂർ കൊണ്ട് നിൽക്കുമെന്ന് പറഞ്ഞാ 1.5 മണിക്കൂറായി. മഴ മാറിട്ട് പോകാൻ പോയായിരുന്നോടാ. എന്നെ മഴ മാറാം. വാ, ചായ കുടിക്കാം. വാ, നാടാ, കേറി വാ.